ഓ ഇതാണല്ലോ മറ്റേ വീഡിയോയിലൊക്കെ കാണിക്കുന്ന സാധനം. കാണാമല്ല. അപ്പോൾ ഈ സമയം ഏകദേശം 7:30 കേട്ടോ. ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവാം. ഇന്ന് ക്രിസ്മസ് ആണല്ലേ. ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാൻ പോകട്ടോ. ബീഫ് മേടിക്കാൻ പോവാം. ബീഫോ പോർക്കോ അങ്ങനത്തെ സാധനമൊക്കെ മേടിക്കാൻ പോവാം. വണ്ടി നമ്മൾ താഴെ ഇടും, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോകട്ടെ. നല്ല തണുപ്പാണ്. ഒരു വണ്ടി ഇറങ്ങിയത്. എനിക്കാണ് ചെറിയൊരു പനിയുടെ ബുദ്ധിമുട്ട് പോലെയൊക്കെ, ജലദോഷമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പണ്ട് എൻ്റെ ജാക്കറ്റ് ഒരുപാട് വർഷം പഴക്കമുള്ള, ഒരു 8 വർഷം പഴക്കമുള്ള, പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത സാധനം കേട്ടോ. അത്യാവശ്യം നല്ല വിൻ്ററിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ അവിടെ അവരെല്ലാവരും നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോകുന്ന സ്ഥലം രാജകുമാരി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇറച്ചി വാങ്ങിക്കാനായിട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ ഫ്രണ്ട് കാണിക്കാം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി കേട്ടോ. അതൊക്കെ ഞാൻ വീണ്ടും കാണിക്കുന്നത്. 2 വർഷം മുന്നേ ഇത് ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ ലിജിയുടെ വീട് ഈ വഴിയിൽ അങ്ങോട്ട് കയറി പോകുമ്പോഴാണ്. ഇടുക്കിയിൽ രാജാക്കാട് മാങ്ങാത്തൊട്ടി സിറ്റി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അവിടെയാണ് ഇത് സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് കേട്ടോ. ലിജിയുടെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇത് പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു ശശി ചേട്ടൻ്റെ കടയാണ് കേട്ടോ. ഈ കടയിൽ നിന്നൊക്കെ എങ്ങനെയുണ്ട്, നല്ല രസമുണ്ടല്ലേ. ഒരു ആൻറ്റിക് ഷോപ്പൊക്കെ നടത്താൻ പറ്റിയൊരു കട പോലെയുണ്ട്. എനിക്കങ്ങനെ തോന്നി. കാരണം ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ടോ ചെയ്തേക്കുന്നത്. ഒരു ആൻറ്റിക് ഷോപ്പൊക്കെ, ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ ആൻറ്റിക് ഷോപ്പൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സംഭവം പോലെ ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ സ്റ്റേഷനറി സ്റ്റോറുണ്ട്, പലചരക്കടയാണ്. ശശിയേട്ടാ സാറേ, ഇന്നലെ വന്നായിരുന്നു. ആ ഓ സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. സുഖമായിട്ടിരിക്കില്ലേ? ഞങ്ങൾ രാജകുമാരി വരുന്നു പോയിട്ടെ. ശരിയാ, അവിടെ മറ്റേ ഇത് ഇറച്ചി അടിക്കാൻ പോയിട്ടാ. ശരിയാ. അപ്പോൾ അത് ശശിയേട്ടൻ നമ്മുടെ താഴത്തെ കടയാണ് കേട്ടോ. അവിടെ വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കേട്ടോ. അതിവിടെ കണ്ടോ ഏലം, ഒരു ഇതുപോലെ ഇവിടെ ഫുള്ള് ഏലമാണേ. പിന്നെ ഏലം, കപ്പ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇവിടെ ഒരു നേഴ്സറി പോലെ ഏലം നടുന്നത്. ഞാൻ എന്തെങ്കിലും റിസർച്ച് വല്ലതാണോ അറിയത്തില്ല. അപ്പോൾ ഈ ഒരു കടയുടെ പേര് കളപ്പള്ളിയിൽ സ്റ്റോഴ്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി സാധാരണ ഇടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ലിജിയുടെ സിറ്റി എന്ന് വെച്ചാലേ നമ്മൾ എല്ലാ സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ തൊട്ട് താഴെയായിട്ട് ഇതൊരു പള്ളിയാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിലെ കരോൾ ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെളുപ്പിന് 4 മണിക്കൊരു കരോൾ വന്നു കേട്ടോ. അത് ക്രിസ്മസ്. സാധാരണ നമ്മുടെയൊക്കെ അവിടെയെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ ഇത് ആയിക്കഴിഞ്ഞാൽ പിന്നെ കരോളൊന്നും വരത്തില്ല. തലേ ദിവസം വരെയൊക്കെ കരോൾ വരാറുള്ളൂ. പക്ഷെ ഇവിടെ വെച്ചാൽ ക്രിസ്മസ് ഉണ്ണിയേശു പിറന്നതിന് ശേഷം 12 മണിക്ക് ശേഷം, 12 മണി അറിയില്ല, ഉണ്ണിയേശു ജനിച്ചതിന് ശേഷം കരോൾ വരും. അത് ഒരു സഭയിലുള്ള ആൾക്കാർ ഉണ്ണിയേശു പിറന്നതായിട്ട് വിശ്വസിച്ചതിന് ശേഷം കരോൾ വരുള്ളൂ. അങ്ങനെ ഓരോരോ ആചാരങ്ങളാണല്ലോ. അപ്പം 4 മണിക്ക് കരോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 4 മണി, ലിജി 4 മണിക്ക് എണീറ്റിട്ട് മൊബൈലിൽ വെച്ച് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കരോൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കിടന്നു. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഇട്ടിരിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ വണ്ടി കിടക്കുന്നത് ഇത് ബ്ലോക്ക് പഞ്ചായത്ത് വിപണന കേന്ദ്രവും അരുളഞ്ചാൽ പോസ്റ്റ് ഓഫീസുമാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. ഇതേണ്ട ശശിയുടെ കടയുടെ തൊട്ടിപ്പുറത്ത്, അതായത് നമ്മുടെ ലിജിയുടെ വീടിൻ്റെ തൊട്ട് താഴെ. ഇനി അവിടെ ഒരു കപ്പലുണ്ട്. അങ്ങനെ അവിടെ പഞ്ചായത്ത് ഓഫീസ്, അല്ല വില്ലേജ് ഓഫീസ്, അങ്ങനെ ഒരുപാട് പേരുടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ മാലിന്യമുക്ത കേരളത്തിൻ്റെ 2 പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യവും പേപ്പർ മാലിന്യം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും ഇങ്ങനത്തുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ എന്താ, അതൊരു പച്ചക്കറി കടയാണ് കേട്ടോ. രാവിലെ തുറന്ന് ചേച്ചി. ഇല്ലില്ല, ഇല്ലില്ല.
ആ ചേച്ചിനെ വീട്ടിലെടുക്കലേന്ന് പറഞ്ഞു കേട്ടോ. നമ്മളങ്ങോട്ട് പോകണില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് രാവിലെ വണ്ടി എടുത്തിട്ട് പോക്കാം. അപ്പോൾ രാവിലെ പൊടിയൊക്കെ അടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ വണ്ടി കിടക്കാം കേട്ടോ. ഇവിടെ ആൾക്കാരുടെ പണികളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കോൾഡ് സ്റ്റാർട്ട് ചെയ്തേക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ലതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ്, വെതർ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി. യെസ്. ചില സമയം പണി തരും കേട്ടോ, ചില സമയം പണി തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെൻഷനില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അവരെ പോയി കയറ്റാം കേട്ടോ, വണ്ടിയിൽ കയറ്റാം. വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി റൗണ്ട് അടിച്ചിട്ട് ഈ രാവിലത്തെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. ഇങ്ങനെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അവിടേക്കല്ല. അപ്പോൾ ഞങ്ങളിത് മാർക്കറ്റിലേക്ക് വണ്ടി എടുത്തിട്ട് വന്നിട്ടാ. നമ്മുടെ ലിജിക്കൊച്ചത് അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട്. വരുന്നില്ല എന്നാ പറഞ്ഞാൽ, വരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയാനെ. അവൾക്ക് അതൊന്നും വയ്യ. അവിടെ അമ്മച്ചിയുടെ ചേച്ചി ഉണ്ട് കേട്ടോ, അച്ഛനുണ്ട്. പിന്നെ ഇവിടെ പിള്ളേരെല്ലാം ഉണ്ട്, വേറെ ഉണ്ടല്ലേ. നല്ല എനിക്ക് ആഴപ്പോട്ട് തണുത്തി. ഞാൻ പിന്നെ വണ്ടി നടക്കണതല്ലേ, ഞാൻ ചുമ്മാ ഇങ്ങനെ ഞാൻ സിറ്റി ചെന്ന് ഇങ്ങനെ കറങ്ങി. ഇതാണ്ടോ ലിജിയുടെ കുടുംബ വീട്, അതായത് അച്ഛൻ്റെ ഒക്കെ വീട്. ഇവിടെ ഇപ്പം അച്ഛൻ്റെ അനിയനും അനിയത്തിയും അവരെയൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ രാവിലെ നമ്മുടെ തണുപ്പായതുകൊണ്ട് ഇച്ചിരി എണീക്കാനൊക്കെ താമസം വരും. ഇല്ല അവരൊക്കെ എണീറ്റാണല്ലേ അമ്മ? അല്ലേ, എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. എല്ലാവരും എണീക്കും, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു 10 മണിയൊക്കെ ആവും. കാരണം തണുപ്പ് വളരെ അത്യാവശ്യമുള്ളവർ മാത്രം അങ്ങനെ പോകുള്ളൂ. അതുകൊണ്ടായിരിക്കും ശ്രീകുട്ടനല്ലേ ഇല്ലേക്കുന്നത് നമുക്ക് ആയിട്ടോ. അപ്പോൾ ദേവനും മാവേതോ താഴെ പോയിരിക്കുന്നത്. ഈ ഒരു കളിക്കൂട്ടുകാരുടെ വീടാ. ഇതിന്റെ ബമ്പർ ചെറിയ ഇളക്കൂടും. അച്ഛനും പിള്ളേർക്കൊക്കെ ടൂത്ത് ബ്രഷ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ കൊടുത്തിട്ട് നമ്മുടെ ആ വീട്ടിലേക്ക് കയറുന്ന ആ വഴിയിലൂടെ തന്നെ കേട്ടോ നമ്മൾ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകട്ടോ. ഈ രാജകുമാരിക്കും രാജാക്കാടിനും ഇടയ്ക്കുള്ള മാങ്ങാത്തൊട്ടിയിലാണ് ലിജിയുടെ വീട്. അപ്പോൾ ഈ കയറ്റം കയറി വരുന്നത് ഒരു പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയുടെ മുറ്റത്താണ് നമ്മൾ വണ്ടി ഇടാറ് എപ്പോഴും. ചിലപ്പോൾ താഴെ കൊണ്ടിടാറുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ വരുമ്പോൾ നമ്മൾ ഈ ഷെഡിലായിരുന്നു ഇടാറുണ്ടത്. ഇപ്പോൾ ആ ഷെഡിൽ ചെറിയ ഗേറ്റൊക്കെ കൊടുത്താറിന് അവിടെ ഇടാൻ പറ്റില്ല കേട്ടോ. വളരെ ആംബിയൻസ്, നല്ല രസമുള്ളൊരു ഏരിയ ആണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ അങ്ങ് മലനിരകളൊക്കെ കാണാം. മലയെന്ന് തന്നെ പറയാൻ പറ്റില്ല, പർവ്വതങ്ങൾ കാണാം. നല്ല രസമുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ ഇറച്ചി മേടിക്കാനായിട്ട് ഇത്ര ആൾക്കാർ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള തോന്നൽ വരാതിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകണം കേട്ടോ. അപ്പോൾ ഞാനും കണ്ണപ്പനും ദേവനും ഒക്കെ ഫുൾ ജാക്കറ്റൊക്കെ സ്വെറ്ററൊക്കെ ഇട്ടാണ് പോണത്. അമ്മ പിന്നെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പണ്ട് ഞാൻ ഇടുക്കിയിൽ വരുമ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ, വെറും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി കിടക്കുമായിരുന്നു. അത്ര തണുപ്പ് എനിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു ആവേശമാണ് കേട്ടോ, തണുപ്പ് കൊള്ളാനുള്ള ആവേശം. ആ ഒരു ആവേശത്തിൽ അമ്മയും കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ കേട്ടോ. തണുപ്പ് കൂടി വരുമ്പം നമുക്ക് സ്വെറ്റർ എന്തെങ്കിലും ഉപയോഗിച്ചേ പറ്റൂ. ഇവിടുത്തെ തണുപ്പ് നമുക്ക് നോർമലി അങ്ങനെ ശരീരത്തിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഈ ഒരു റോഡിലൂടെയുള്ള യാത്രകൾ വളരെ രസകരമായ യാത്ര കേട്ടോ. നമ്മുടെ നാട്ടിലെ യാത്രകളല്ലല്ലോ, ശരിക്കും ഒരുപാട് രണ്ട് സൈഡിൽ ഏലക്കാടുകളാണ്. ഏലക്കാടിലെ നടുവിലൂടെയുള്ള ചെറിയ റോഡാണ് കേട്ടോ. പണ്ട് ഇവിടെ വരുമ്പോൾ ഈ റോഡുകളൊക്കെ ഒരുപാട് നശിച്ച് കിടന്നതാണ്. ശരിക്കും ഓഫ് റോഡായിരുന്നു ഇത്, താറിട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത് നൈസായിട്ട് നല്ല താറൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലോ, ആ മലകളൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും ഇടുക്കിയിൽ വന്നപ്പോൾ നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. തണുത്ത കാലാവസ്ഥയിൽ സ്വെറ്ററും അല്ലെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ആ തണുപ്പിനെ അനുഭവിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അതിനെ നമ്മൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുകയാണ് തണുപ്പിനെ. അതുകൊണ്ടാണ് ഞാൻ സ്വെറ്ററും അതൊക്കെ ഇട്ട് ആ തണുപ്പിനെ അങ്ങനെ വരവേൽക്കുന്നത് കൊണ്ടാണ് ആ തണുപ്പിനെ സ്വെറ്ററൊക്കെ ഇട്ട് നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ രാജകുമാരിയിലേക്ക് എത്തുകയാണ് കേട്ടോ. രാജകുമാരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അത്യാവശ്യം നല്ലൊരു ടൗണ് പോലെയാണ് കേട്ടോ. അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, തിയേറ്റർ അടക്കം എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഹോസ്പിറ്റൽ, മെഡിക്കൽ ലാബുകൾ, കടകൾ, എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ടൗണാണ് കേട്ടോ രാജകുമാരി. പിന്നെ തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത്യാവശ്യം പുതിയ സിനിമകളൊക്കെ ഓടുന്നത് ഒരു തിയേറ്ററും ഇവിടെ ഉണ്ട്. ഈ രാജകുമാരിയിൽ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ പൂപ്പാറ വരുവാണ്. പൂപ്പാറയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആനയിറങ്ങൽ, അങ്ങനെ ഗ്യാപ്പ് റോഡ്, മൂന്നാർ, അങ്ങനെ ഏകദേശം ഒരു 40 കിലോമീറ്ററിനടുത്ത് താഴെ മാത്രമേ ഉള്ളൂ മൂന്നാറിലേക്കുള്ള യാത്ര. ഏകദേശം നമുക്ക് 1 മണിക്കൂർ കൊണ്ട് മൂന്നാറിലേക്ക് എത്താം. അങ്ങനെ അടുത്ത് തന്നെ കേട്ടോ, വളരെ പ്രസിദ്ധമായ നമ്മുടെ മൂന്നാറൊക്കെ ഉള്ളത്. അതുകൊണ്ട് മലകളും കുന്നുകളും ഈ തണുപ്പുകളൊക്കെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും അത് അനുഭവിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മൂന്നാറും
അതിനോടടുത്തുള്ള വട്ടവടയൊക്കെ ഒന്ന് പോയാലെന്നൊക്കെ പ്ലാൻ ഉണ്ട്. കാരണം ഇത്തരം യാത്രകളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടേക്കൊക്കെ എത്താൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടെ അത് കാണാൻ വേണ്ടി മാത്രമൊന്നും വരാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം നമ്മളെ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഈ നാട്ടുകാരെ പോലെ ഇതെല്ലാം അനുഭവിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ വട്ടവട മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടേതായ എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ആഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളിത് കോൺടാക്റ്റ് ചെയ്യുക. അതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രകളും അതിഗംഭീരമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളിതേണ്ട ഇറച്ചിയൊക്കെ വാങ്ങിക്കാനുള്ള ആ ഒരു ഷോപ്പിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം ഇറച്ചി മേടിക്കുന്ന കടയായിട്ട് രാജകുമാരിയിലെ ഇതിപ്പം പുതിയതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിത് രാജകുമാരി സിറ്റിയിലാണ് കേട്ടോ. അത് ഈ ഒരു കട കേട്ടോ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് മിനി എന്ന് പറയുന്ന ഷോപ്പായിട്ട് ഇറച്ചിക്കടയാണ്. ഇവിടെ പിന്നെ ഇറച്ചിക്കട എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ഒരു കടയില്ല, എല്ലാം ഉണ്ടാവും കേട്ടോ. പച്ചക്കറി, മീൻ, ഇറച്ചി എല്ലാം ഒരുമിച്ചുണ്ടാവും. ഇവിടെ പ്രത്യേക ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കൊല്ലത്ത് 100-200 കിലോമീറ്റർ ഓടി വന്നേ കേട്ടോ. ഇവിടെ വന്നപ്പോൾ നീണ്ടാര ഫിഷ് മാർട്ട്, നമ്മുടെ നീണ്ടാര ഫിഷ് മാർട്ട് അവിടെ ഇതുകൊണ്ട് നീണ്ടാര. അപ്പോൾ നമ്മൾ ഇറച്ചി പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. നമ്മൾ ബീഫ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മീനൊന്നും വേണ്ട, മീനൊക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നല്ലോ. ഇത് കഴിക്കുന്നത് ഇവിടുത്തെ ഒരു ബീഫും അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അവിടുത്തെ ഒരു കറക്റ്റ് പോത്താണ് കേട്ടോ ഇവിടെ. നമ്മുടെ അടുത്താണെങ്കിൽ അങ്ങനെ ഇറച്ചിയിലിവിടെ മായൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലേ ഇന്ത്യ കണ്ണപ്പ. സിറ്റിയിൽ ഇവിടെ തിരക്ക് കുറവാണ്. എടുക്കട്ടെ എന്നിട്ട് എല്ലാവരും വന്ന് ഇവിടെ വന്നിരിക്കുന്നത് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടോ. 2 കയ്യിലായിട്ട് ശ്രീകോട്ടനാണ് കേട്ടോ ഇന്ന് ചുമക്കുന്ന മൊത്തം. നല്ലോണം ചുമന്നോ. ഇത് പൊളിക്കുക ഞങ്ങൾ ഇങ്ങോട്ട് തകർക്കും അങ്ങോട്ട് ഫുള്ള്. 2 കിലോ സവാള പിടിച്ചിട്ടുണ്ട്, ഫുള്ള് തകർക്കുക. ഞാനുണ്ടോ വരാൻ ചേർക്കണപ്പം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതേ പർച്ചേസിനാവട്ടെ പർച്ചേസ് ചെയ്യട്ടോ. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് രാവിലെ പള്ളിയിലൊന്നും പോകാൻ പറ്റി കേട്ടോ. കാരണം അതിരാവിലെ അതിഭയാനകമായ തണുപ്പായിരുന്നു. പുറത്തേക്കൊന്നും കാലെടുത്ത് പോലും വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പായിരുന്നു രാവിലെ കേട്ടോ. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തണുപ്പൊക്കെ ഒന്ന് വിട്ട് കയറിയത്. അപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് പോകണം. ഈ രാജകുമാരിയിൽ നിന്ന് പോയിട്ട് നമ്മൾ പൂപ്പാറ റൂട്ടിൽ പോകുമ്പം കുരുവിള സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പള്ളി വരുന്നത്. അപ്പോൾ വരുന്ന ദിവസം നമുക്ക് 28-ാം തീയതിയാണ് നമ്മളിനി പള്ളിയിൽ പോണത്. കാരണം ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെയാണ് പള്ളിയിൽ. അപ്പോൾ എനിക്ക് പള്ളിയിലെ ഉള്ളിലേക്ക് കയറാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പ്ലാൻ ചെയ്ത് 28-ാം തീയതി പള്ളിയിലേക്ക് വന്ന് അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന ദിവസത്തെ കാഴ്ചകളൊക്കെ വരും ദിവസങ്ങൾ വരും കേട്ടോ. അപ്പം നമ്മളിനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് വിശേഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. വരും ദിവസങ്ങളിൽ ഇടുക്കിയിലെ നല്ല കാഴ്ചകളൊക്കെ നിങ്ങളോട് ഒപ്പം ഷെയർ ചെയ്യാം. അപ്പം തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക. ഇന്നത്തെ ദിവസത്തെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത്. ഇതാണല്ലോ മറ്റേ വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ്. ഇവിടെ വെള്ളമുണ്ടല്ലോ, അത്യാവശ്യം വെള്ളം ഉണ്ടോ? നമുക്ക് കുളിക്കാനുള്ള വെള്ളമുണ്ട്. നല്ല വെള്ളം മൂന്നാറേക്ക് പോകാൻ വേണ്ടി ഇതേ റോഡാ, ഗ്യാപ്പ് റോഡ്. സെയിം ഇങ്ങനത്തെ നല്ല റോഡാ, റോഡല്ലേ, സൂപ്പർ റോഡാ മൂന്നാർ വരെ. നല്ല വെയിലുള്ള പട്ടി ഉണ്ട് കേട്ടോ റോട്ടില്.
അതാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞേ. ബുദ്ധിമാനെ 20 രൂപയാണ് 100 രൂപയാവുമല്ലോ. കാട്ടിക്കൊരു അങ്ങോട്ട് പോയാറുണ്ട്. ക്രോസ് ചെയ്ത് നടക്കണം. ക്രോസ് ചെയ്തിറങ്ങണം. ക്രോസ് ചെയ്തിറങ്ങുക. അതെ നേരെ വലിയ അയ്യോ വീട്ടിലെത്തി. വണ്ടി കിടക്കണോ മോടി? അതന്നെടാ ചീനി ചീനി വെച്ചോ. ഞാൻ എന്തിനാ ചീനിയൊക്കെ മേടിച്ചല്ലോ. ഒന്നുമില്ല മുറിച്ചോ അപ്പൊ ഇത്ര വന്നല്ലോ പോയിട്ട് ഓരോ കേക്ക് ബാത്റൂം അടച്ചിട്ട് നോക്കേ. നമ്മളങ്ങനെ ഞാൻ താഴെ വീട്ടിൽ കയറി കുടുംബ വീട്ടിലൊക്കെ കയറിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടോ അടുക്കളയിൽ. ഇത് റെഡി ആയിട്ട് വേണം ഞങ്ങൾക്ക് കാപ്പി പിടിക്കാൻ. ഇല്ലേ മാം? ഇത് ബീഫാണ് വെച്ചേക്കുന്നത്. ആ ഈയുടെ വീട്ടുകാരൻ്റെ വീല് പഞ്ചറായി, പണി കിട്ടി. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി നോക്കട്ടെ. ലിജി ഇവിടെ കിടക്കും, അതുകൊണ്ട് ആ കഴിച്ചിട്ട് വാ ലിജി, ഞാൻ പോയി റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ അവിടെ നമ്മുടെ അകത്ത് രാവിലെ കാപ്പിക്കുള്ള പരിപാടി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കപ്പ ബിരിയാണിയുടെ കാലത്തിന് ചൂടാക്കി തന്നെ കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് വരുന്ന കഴിക്കാം. കപ്പ ബിരിയാണി നല്ല ചൂട്. എല്ലാവരും കയ്യിലിട്ടോ. എല്ലാവരും ഒന്നിച്ച് കഴിഞ്ഞുള്ള പരിപാടിയാണ്. ഇതൊരു 11 മണിയാട്ടോ. ഇത് ഇല്ലെന്നും കരുതല്ലേ ഇല്ലെന്നും ഇല്ലെന്നും പറഞ്ഞോ. ഇല്ലെന്നോ ഇത്ര ഉണ്ടായിരുന്നു. അമ്മ കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നേ. കണ്ണപ്പം പോയിട്ട് പറഞ്ഞു മേടിച്ചോണ്ടെന്ന് ഏതമ്മ കൊല്ലത്തമ്മ. അമ്മ കഴിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞ സാധനം ഇല്ലെന്ന് പറഞ്ഞല്ലേ. കൊള്ളത്തമ്മ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനത്തുള്ള ബീഫ് കഷ്ണമൊക്കെ ഉണ്ട്. ഇതുമാതിരി തെരഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ. ഇച്ചിരി കപ്പയും എടുക്കത്തെ ടേസ്റ്റാണ്, ഒരു രക്ഷ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് ആർക്കും ടേസ്റ്റൊന്നും വരത്തില്ല. ഇവിടെ ഇടുക്കിയിൽ വന്നിട്ട് ഈ തണുപ്പത്ത് അല്ലല്ലോ, ഈ തണുപ്പത്ത് ഇത് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളുള്ളൂ. തണുപ്പത്ത് ഒരുപാട് ഫുഡ് കഴിക്കേണ്ടി വരും, നല്ല ഹാർഡായിട്ടുള്ള ഫുഡ്. എനർജി കിട്ടാൻ വേണ്ടി ഫുഡ് കഴിക്കിട്ട്
അത് കഴിച്ചില്ലേ? കൊള്ളാം, അടിപൊളി. പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ? ഈ കാണുന്നൊരു ബീഫ് കഷ്ണം മാർക്ക് കിട്ടിയില്ല, അതെനിക്ക് കിട്ടി. ആണോ? വേണ്ട. എനിക്ക് പിന്നെ ബീഫൊന്നും വേണ്ട, കപ്പ മാത്രം മതി. അപ്പം ബീഫ് ഒന്നും ബീഫാകുമ്പോൾ ഒരുപാട് ചവയ്ക്കണം. വേണ്ട. വേണ്ടേ? കുറച്ച് വേണ്ട വേണ്ട. മതിയായോ? ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പം അപ്പം കഴിച്ചായോ? അപ്പം പറ്റില്ല. ഓ, ഇത് കഴിച്ചാൽ അപ്പം കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര ബുദ്ധിയാണല്ലോ ഇത്. അപ്പം ഇപ്പഴത്തെ കാലാണോ? എനിക്ക് തിന്നാ. രണ്ട് അപ്പം കഴിക്കണം. രണ്ടപ്പം കഴിക്കാം. അതിനു വേണ്ടി വെച്ചിട്ട് ഓക്കെ. രാവിലെ ഞാൻ പാൽ വെള്ളം കുടിച്ചേ. പാലും വെള്ളം കുടിച്ചില്ലേ? ഇത് നല്ല വെള്ളമാണോ? കുടിക്കാൻ പറ്റിയ വെള്ളമാണോ? ഇത് മൊത്തം കഴിക്കണേ? ടേസ്റ്റ് ചെയ്യല്ലേ? കേക്കും തിന്നെ. കേക്ക് കഴിച്ച്. ആ, വെരി ഗുഡ്. അതാ ആ ചെറിയ രണ്ടാമത് കണ്ടിച്ചോ? ഞാൻ കണ്ടിച്ചു. കണ്ടിച്ചു. ഞാൻ പറഞ്ഞിട്ട് അമ്മ കണ്ടിച്ചു. കൊള്ളാം, നല്ല ടേസ്റ്റ് അല്ലേ? എന്നാ ടേസ്റ്റ് അല്ലേ? നമുക്ക് ചിക്കൻ ചെയ്തോളൂ. ഇതായിരുന്നു ചിക്കൻ ശരിക്കും. ബീഫ് ഏറ്റവും കൂടുതൽ ബീഫിൻ്റെ. നമ്മൾ കോഴിക്കോട് പോയാലും പ്രത്യേകത ഫുഡാണല്ലേ. നമ്മുടെ നാട് വിട്ട് വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വിശാല മനസ്സുള്ളവരല്ലേ. ഇവിടുത്തെ ഇവരുടെ പ്രധാനം പണ്ടോട്ട് കഴിച്ചിരുന്ന ഭക്ഷണമല്ലേ ഇത്? എന്ത് സംഭവിച്ചാലേ പിന്നെ പിടിയും കോഴി അപ്പം കള്ളപ്പവും ബീഫ് കറി അതൊക്കെ കോമ്പിനേഷനാ. അതൊക്കെ ഇവിടുത്തെ മീൻ കൂട്ട്. അതൊക്കെ പിടിയും കോഴിയും പിന്നെ കള്ളപ്പവും പോത്തറി. ഇന്നത്തെ പോത്തറി ഉണ്ടാക്കുന്ന അമ്മച്ചി കേട്ടോ. അമ്മച്ചിയുടെ സ്പെഷ്യൽ, ഇടുക്കി സ്പെഷ്യൽ കറിയാണ്. നമ്മുടെ വീഡിയോ ഫുള്ള് ഇങ്ങനത്തെ ഫുഡ് ബ്ലോഗായിട്ട് പോവാല്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണിക്കാതെ പോകുന്നത് എങ്ങനെയല്ലേ? ഇത് കുറച്ചു നേരം അറിഞ്ഞിരിക്കട്ടെ അല്ലേ? അറിഞ്ഞിരിക്കാ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ? അതെ, അത് ഇവിടുത്തെ സ്പെഷ്യല് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഇഞ്ചിയുടെ വീട്ടിലെ സ്പെഷ്യല് ഇതിനെ പോലെ തന്നെ വളരെ സ്പെഷ്യലാണ്. ഇനി ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് സ്പെഷ്യല്. വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കാണിക്കാം അല്ലേ? പുതിയ പുതിയ സാധനങ്ങൾ, വെറൈറ്റി കൊള്ളാട്ടോ. അടിപൊളി കോമ്പിനേഷൻ. അപ്പം കപ്പയും ബീഫും കൂടെ ഇട്ട് വെക്കുമ്പോൾ കപ്പയും ബീഫ് കറിയും കൂടെ കഴിക്കുന്ന പോലെ അല്ലേ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതല്ല ടേസ്റ്റ്. ഇത് വെക്കുന്ന രീതിയൊക്കെ വരുമ്പോൾ ഒരു മാറും കേട്ടോ. അത് ഇടുക്കിക്കാർക്ക് പിന്നെ വയനാടും ഉണ്ട് ഇത് സെയിം സാധനം. കോട്ടയത്തൊക്കെ ഉണ്ടാവില്ലേ? കോട്ടയത്തും പത്തനംതിട്ടയൊക്കെ ഉണ്ടാവുമായിരിക്കും. കോട്ടയുണ്ട്, പത്തനംതിട്ട ഉണ്ടാവും. ചെറിയ ചേഞ്ചസ് വരും. കോട്ടയത്തുണ്ടല്ലേ? എറണാകുളത്ത് കപ്പ ബിരിയാണി അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വന്നായിരിക്കും. എല്ലാം കപ്പ. ഏഷ്യാഡ് എന്തോ? ഇതല്ലേ ഏഷ്യാഡ്? ഇതല്ലേ ഏഷ്യാഡ്? ഇതിന് ഏഷ്യാഡ് എന്നാ പറയുന്നത്. ആ, ഇതിന്റെ പേര് ഏഷ്യാഡ്. കപ്പ ബിരിയാണി എന്ന് പറയോ? പക്ഷെ അതിനകത്ത് മറ്റേ കറിവേപ്പില, സവാള അതൊക്കെ ഇടുമല്ലോ. തട്ടടക്കാരുണ്ടാക്കിയായിരിക്കില്ലേ അതൊക്കെ? ഈ സാധനത്തിൽ ഡൈവേർട്ട് ആയാണ് കപ്പ ബിരിയാണി. എല്ലാം കപ്പയാണ് മെയിൻ കേട്ടോ. അപ്പയാണ് ഇനി അടുത്ത ഫുഡ് അടി സമയത്ത്. അപ്പൊ ഇന്ന് രാവിലെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യലാണ് കേട്ടോ അതെല്ലാം. ക്രിസ്മസ് ആയിട്ട് അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ ഇത് ബീഫും കപ്പയൊന്നും എല്ലാം കഴിക്കുന്നതല്ല. 2 ദിവസം കഴിയുമ്പോൾ ഉണക്കമീനും മോരുകറി ആയിരിക്കും. അത് വേറെ കോമ്പിനേഷൻ ആട്ടോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഉണക്കമീൻ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അത് ഇവിടെ കഴിക്കണം. നമ്മുടെ നാട്ടിൽ ഉണക്കമീനും മീൻകറി മോരുകറി ആണെങ്കിൽ നമ്മുടെ അടുത്ത് ദൂരെ സ്രാവല്ല, തെരണ്ടി ഉണക്കിയത്. അത് വേറൊരു കോമ്പിനേഷൻ കേട്ടോ. അത് ഇവിടെ വന്നിട്ട് ഈ ക്ലൈമറ്റിൽ കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നില്ലേ? അത് ചൂടായിരിക്കും എപ്പോഴും ഭക്ഷണം അല്ലേ? പിന്നെ ഇടുക്കിയിലെ പ്രത്യേകത വെച്ചാൽ മിക്കവരും ഭക്ഷണം അതേ സമയത്ത് ഉണ്ടാക്കി അന്നേരം കഴിക്കുക, ചൂടാക്കി കഴിക്കുക എന്നുള്ളത് അല്ലേ? കാരണം ഒന്നാമത് തണുപ്പാണ്. ഇവിടെ റെഫ്രിജറേറ്ററിന്റെ ആവശ്യമില്ല. തണുത്ത ഫുഡ് കഴിക്കാറില്ല. വെള്ളം പോലും വാ കഴുകാൻ പോലും തണുത്ത വെള്ളം വയ്ക്കില്ല. അതാണ് ഇവിടുത്തെ. ഞങ്ങൾ രാവിലെ പല്ല് വെച്ച് തന്നെ ചൂടുവെള്ളത്തിലാ ഇവൻ എല്ലാ കാര്യങ്ങളും. അതൊരു ഭയങ്കര സംഭവമാണ്. അതൊക്കെ അത്ര തണുപ്പ്. ഇപ്പോഴാണ് ഇവിടെ തണുപ്പാ. കുറച്ചുകൂടെ പിന്നെ ആയിരുന്നെങ്കിൽ മഞ്ഞിങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു വായിക്കൂടെ. ഒരു 7 മണി കഴിഞ്ഞാൽ കാണിക്കാം കേട്ടോ.
അത് മറ്റേ അവിടെ കുക്ക് ചെയ്യുന്നതിന്റെ പറയാൻ തോന്നുന്നു. നേരത്തെ നമ്മളിങ്ങോട്ട് വന്നപ്പോ മഞ്ഞിങ്ങനെ ഇത് കിടക്കുന്നില്ല തറയില്, പുല്ലില് മഞ്ഞ് വീത് കിടക്കും. അത് നമ്മള് രാജകുമാരി ഇങ്ങോട്ട് വരുമ്പോ അവിടെ വയലുണ്ടല്ലോ അല്ലെ, മീൻ വളർത്തുന്ന സ്ഥലം അവിടെ. അപ്പൊ ഓക്കെ, നമ്മൾ കൈയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കട്ടെ, നെക്സ്റ്റ് ഫുഡിൽ പോയി കേട്ടോ. ഇതൊക്കെ ഞങ്ങളെ ഇന്നത്തെ വ്ളോഗിലെ കണ്ടന്റുകൾ കേട്ടോ. ലിജി അപ്പൊ വെയിൽ കൊള്ളാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. ലിജിന് ഇത് നടന്ന് ലിജി അകത്ത് ഇവിടെ നടന്നു വരെ വന്നേട്ടോ. പിന്നെ ലിജി പറഞ്ഞ റോഡ് വരെ നടക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഭാവങ്ങളെ നടത്തിക്കാൻ പോവാം അല്ലേ, ഭാവനെ വിളിച്ചോട്ടെ. ഓക്കെ, അപ്പൊ അതെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എല്ലാവരും കാപ്പി കുടിക്കുക. ലിജി അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നത്. ലിജി നടന്ന് അവിടം വരെ എത്തിയോളൂ കേട്ടോ. വീൽ ചെയറിന്റെ ടയർ പോയാറേ ഇങ്ങനെ നടന്നിട്ടാ വരുന്നത്. അപ്പൊ അവിടെ വരെ ക്ഷീണിച്ചു, അതുകൊണ്ട് വണ്ടി അവിടം വരെ ഇരുന്നത് കേട്ടോ. ഇവിടെ ഇത് കഴിക്കാതിരിക്കുക. അപ്പൊ എല്ലാവരും കാപ്പി കുടിക്കുന്നു കേട്ടോ. കാപ്പി കുടിച്ച് ഇച്ചിരി ലേറ്റായി പോയി സാധനം കുടിച്ചത്. അപ്പം എന്താ സംഭവം വെച്ചാൽ ഇതേ അപ്പമാണ് കേട്ടോ, കള്ളപ്പമാണ്. കള്ളപ്പം വെച്ചാൽ പേരിന് മാത്രമല്ല, അതിലെ കള്ള് മേടിച്ച് ഒഴിച്ചു വെച്ചാൽ കള്ളപ്പം കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യലാണ് കേട്ടോ കള്ളപ്പം. കള്ളപ്പം ഇതേ നല്ല ബീഫ് കറിയാണ് കേട്ടോ, ബീഫ് കറി. അപ്പം നമുക്കിന്ന് കഴിക്കട്ടെ. നമ്മുടെ വീഡിയോ ഇന്ന് മൊത്തം ഫുഡ് ബ്ലോഗ് ആണെന്ന് കരുതണ്ട. ഇന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷം. ഇന്ന് ക്രിസ്മസ് ദിവസം വിശേഷങ്ങളാണല്ലോ. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പുറത്തെ കാഴ്ച, നല്ല ക്രിസ്മസിന് അടിപൊളി കാഴ്ച, ക്രിസ്മസ് അല്ല ഡിഗ്രി എല്ലാ കാഴ്ചകളൊക്കെ കാണട്ടെ. അപ്പം ഇനി ആരും കഴിക്കോളെ അപ്പൊ നമ്മൾ കഴിക്കാം കേട്ടോ. ബീഫ് ടെസ്റ്റ് ചെയ്തോട്ടെ. നല്ല ചൂട് കറി കേട്ടോ. ഇവിടെ ആകുമ്പോൾ നല്ല ചൂട് കറി ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ കറക്റ്റ് രുചിയും കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ കേട്ടോ. കൂടെ നല്ല അല്ലല്ലേ കണ്ടു? അടിപൊളിയാണോ? ഓ പൊളിയാ, നിന്നെ പറയണ്ടല്ലേ. സൂപ്പർ. സൂപ്പർ. നല്ല ചൂടും കണ്ടതിന്റെ കൂടെ കഴിക്കണം. അപ്പൊ കഴിക്കട്ടെ കേട്ടോ.